കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായി നമ്മളുടെ? എന്നെ സംബന്ധിച്ചിടത്തോളം 9ാം ക്ലാസ് 8ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എന്തോ വലിയ സംഭവമായിരുന്നു. കഷ്ടപ്പാടായിരുന്നു പഠിക്കാൻ. പിന്നീട് വിനേഴ്സിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ചാപ്റ്റർ ബെസ്റ്റ് ഇംപ്രഷൻ ഫസ്റ്റ് ചാപ്റ്ററിന് എനിക്ക് കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഭയങ്കരമായിട്ടാണ് ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം ഞാൻ ഈ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടാണ് പഠിക്കാൻ തുടങ്ങി. എനിക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഇപ്പൊ എന്റെ ഫേവറേറ്റ് സബ്ജക്ട് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെയാണ്. എല്ലാ സബ്ജക്റ്റും ഒരുപോലെയാണ്. പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം എക്സാം വളരെയധികം എളുപ്പമായിരുന്നു. എന്തോ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ഇടാൻ പറ്റും. കാരണം സാധാരണ എല്ലാവരും കുറച്ച് മറ്റേ രണ്ടു വട്ടാണ് പ്രതീക്ഷിച്ചു. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം തൊട്ട് ടെക്സ്റ്റ് പേപ്പർ ആയാലും നല്ലോണം റൈസ് ചെയ്യുന്നോണ്ട് എനിക്ക് അത്ര പാടില്ലായിരുന്നു. പിന്നീട് ഞാൻ ആദ്യമൊക്കെ ടെസ്റ്റ് പേപ്പർ മാർക്ക് പറയുമായിരുന്നു. പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റി. ടൈമിൽ എഴുതി തീർക്കാൻ പറ്റി. എനിക്ക് എഴുതി കഴിഞ്ഞിട്ട് വായിച്ചു നോക്കാൻ പറ്റി. എന്താ പറയുക, ടോട്ടലി ഇംപ്രൂവ്മെന്റ് ആയി. ഞാൻ പെട്ടെന്ന് എഴുതാൻ പറ്റും. പിന്നെ ഡെയിലി ടെസ്റ്റ് പേപ്പർ കാണും. ഒരിക്കലും പോർഷൻസ് ലാഗ് ആവത്തില്ല. ലാഗ് നമ്മൾ നോക്കിയാലും അവർ ലാഗ് ആക്കാൻ നോക്കത്തില്ല. നമുക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ലാഗ് ആവത്തില്ല. കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവര് ഞാൻ ജോയിൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അവർ നേരത്തെ ഓരോരോ സ്ഥാപനത്തിലായിപ്പോയി, അതുകൊണ്ടാണ് വരാൻ പറ്റാറ്. എനിക്ക് എക്സാം നല്ല ഈസി ആയിരുന്നു. പിന്നെ എക്സാം ഭയങ്കര പെട്ടെന്ന് എഴുതിയിരുന്നു. പേപ്പർ കിട്ടിയപ്പോൾ തന്നെ എന്താ ഈസിയാന്ന് തോന്നി. പിന്നെ നമ്മൾ പഠിച്ചത് തന്നെയായിരുന്നു കൂടുതലും വന്ന കാര്യം. അപ്പൊ എന്റെ 10 എക്സാം പെട്ടെന്ന് തീർന്നു. എന്നിട്ട് ഞാൻ കുറെ നേരം വെറുതെ അങ്ങനെ ഇരിക്കാം. അപ്പൊ അങ്ങനെ ഇരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഫുൾ മാർക്ക് ഉണ്ടാകുന്നതായിട്ട്. പിന്നെ വീട്ടിൽ വരുന്ന സന്തോഷമായി. അപ്പൊ അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എക്സാം. ഇതിപ്പോ ജെനിഫർ പറഞ്ഞു, കുറച്ച് നേരത്തെ ഹിമ പറഞ്ഞു എക്സാം നേരത്തെ എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഭൂരിഭാഗം പേര് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കും ചിലവരൊക്കെ തീരാറായിണ്ടായി. പിന്നെ ഞാനിങ്ങനെ എഴുതണ പോലെ കുറച്ചേരൊക്കെ നോക്കിയിരുന്നു. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പതിയെ എഴുതി. അങ്ങനെ സമയം കിട്ടി. അങ്ങനെയൊക്കെ നോക്കില്ല. ബാക്കിയുള്ളവര് ഈസിയാന്ന് തന്നെയാ പറഞ്ഞേ. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ കുറെ പേര് വിന്നേഴ്സുണ്ട്. അവരൊക്കെ അങ്ങനെ എക്സാം നല്ല ഈസി ആയിരുന്നു. ഞാൻ സാധാരണ ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ അറ്റൻഡ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഇത് പെട്ടെന്ന് എല്ലാം അറ്റൻഡ് ചെയ്ത് നേരത്തെ തന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് നല്ല ഈസി ആയിരുന്നു. ബാക്കിയുള്ള പരീക്ഷകളൊക്കെ നല്ലായിരുന്നു. എനിക്ക് ഈ ടൈം കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു ഞാൻ. അപ്പോൾ ഇവിടെ പിന്നെ എക്സാമൊക്കെ കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് അങ്ങനെ എഴുതി ടൈം മാനേജ് ചെയ്യാനായിട്ട് പഠിച്ചു. എക്സാംസ് ഒക്കെ നല്ല ഈസി ആയിരുന്നു. സാർ, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടപ്പോ ശരിക്കും എനിക്ക് സങ്കടം വന്നു. കാരണം ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ പോലും വിടാതെ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ വിട്ടിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് എളുപ്പമായിരുന്നു. നമ്മുടെ വിന്നേഴ്സ് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ഞാൻ സാധാരണ 9th ഞാൻ വിന്നേഴ്സ് ചേർന്നത് 10th അപ്പൊ ഞാൻ 9th ഞാൻ വിന്നേഴ്സ് ചേർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് അത്യാവശ്യം മാർക്ക് കുറവുള്ള ഒരാളാണ്. ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ 10th ഞാൻ വിന്നേഴ്സ് കയറിയ പിന്നെ എനിക്ക് മാർക്കിന് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മെഡിറ്റേഷനാണ് എന്നെ ഏറ്റവും ഇതാക്കിയത്. കാരണം ഞാൻ ഈ സാറുമാർ ചെയ്യിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ സ്വന്തമായിട്ടിരുന്ന് പഠിച്ചാലും ഞാൻ സ്വന്തമായിട്ടിരുന്ന് തന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ടേ ഞാൻ പഠിക്കാൻ തുടങ്ങാറുള്ളൂ. അത് ഞാനായാലും എൻ്റെ ചേച്ചി ആയാലും അതെ. ചേച്ചി ഇവിടെ വിന്നേഴ്സ് പഠിച്ച ഒരാളായിരുന്നു. അവിടെ ഇപ്പം നേഴ്സിംഗാണ്. അപ്പോൾ അവള് നേഴ്സിങ്ങിന് പഠിക്കാൻ അവളുടെ ആ സബ്ജക്റ്റ് പഠിക്കാനിരുന്നാലും അവള് സ്വന്തമായിട്ട് ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് അവളിത് പഠിക്കാറ്. അതുപോലെ ഈ മെഡിറ്റേഷന് സത്യം പറഞ്ഞാൽ എന്നെ ശരിക്കും മാറ്റിയിട്ടുണ്ട് ഇവിടുത്തെ മെഡിറ്റേഷൻ. അതുപോലെ ഞാൻ എക്സാമിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സാം കൃത്യം ടൈമിങ്ങിന് എഴുതി കഴിയണമായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ സ്കൂളിലെ എക്സാമിന്റെ സമയത്തായാലും ഞാൻ ഒരു 5-10 മിനിറ്റ് മുന്നേ ഞാൻ എക്സാം എഴുതി തീർത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് വെക്കാനുള്ള ടൈം കിട്ടുമായിരുന്നു. കാരണം വിന്നേഴ്സിലെ ആ എക്സാമിന്റെ സ്ഥിരമായിട്ട് എഴുതി അതിൻ്റെ എന്താ പറയാ ആ ഒരു ഇതിലായിപ്പോയി. അപ്പോൾ ആ കൃത്യം ടൈമിങ്ങിന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് 5 മിനിറ്റ് മുന്നേ 10 മിനിറ്റ് മുന്നേ എഴുതി കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നോക്കാനുള്ള ടൈമിംഗ് ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് A+ കിട്ടുന്ന ഉറപ്പാണ്. നല്ല എളുപ്പമായിരുന്നു. ഞാൻ 10-15 ആയപ്പോൾ എഴുതി കഴിഞ്ഞായിരുന്നു.
എന്നിട്ട് എന്താ ഞാൻ നോക്കിയപ്പോ വേറെ ആരും എഴുതി കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എന്നാ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കെമിസ്ട്രി ഇപ്പൊ എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. നന്നായിട്ട് പഠിക്കാൻ പറ്റി, നന്നായിട്ട് എഴുതാൻ പറ്റി. മറ്റു സബ്ജക്റ്റുകള് എല്ലാവർക്കും കെമിസ്ട്രിയുടെ എക്സാം നല്ലതായിരുന്നു. പിന്നെ എനിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മാത്സ് ഭയങ്കര ടഫായിരുന്നു. മാത്സിനൊന്നും ക്ലാസ്സിലൊക്കെ ഒന്നും മാർക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഡെയിലി എക്സാം ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാർക്ക് കുറെ കൂടി. പിന്നെ ക്രിസ്മസ് എക്സാമിന് നല്ലോണം കൂടി, മോഡലിന് അത്യാവശ്യം കുറെ കൂടെ കൂടി. SSLC നല്ലതായിരുന്നു മാത്സ്, ബാക്കി എല്ലാ സബ്ജക്റ്റും നല്ലതായിരുന്നു. ഞാനാണെങ്കിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത്, ഒരു ക്രിസ്മസ് എക്സാമിന്റെ ആ ടൈമിലാണ് ജോയിൻ ചെയ്തത്. എന്നാലും നല്ലതായിരുന്നു. ഞാൻ ക്ലാസ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്സിന്റെ ഒരു ക്ലാസ് മാത്രമായിരുന്നു ഞാൻ കണ്ടുള്ളൂ. അതിനകത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് വിന്നേഴ്സ് പഠിച്ചിട്ട് പെട്ടെന്ന് ആ ക്ലാസ്സിലോട്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഭയങ്കര ടഫായിട്ട് തോന്നി. എനിക്കത് എന്താ പറയാ, ഭയങ്കര ഇവിടെ പഠിപ്പിച്ചതിനേക്കാളും ഭയങ്കര ടഫായിട്ട് അവിടെ പഠിപ്പിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ മിസ്സിനോട് ഞാൻ റെക്കോർഡ് ക്ലാസ് ചോദിച്ച് ഞാൻ വീണ്ടും വിന്നേഴ്സിൽ തന്നെ കാണുക ചെയ്തത്. ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്ന ക്ലാസ്, അപ്പോ യൂട്യൂബിലായിട്ട് അത് കുറച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ചില സമയത്ത് നെറ്റ് ഇഷ്യൂ ആയിട്ട് പകുതി പോവും, പിന്നെ ബാക്ക് അടിച്ച് കാണേണ്ടി വരും. ആകുമ്പോ പിന്നെ അത് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആയിട്ട് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയ ഷാഡോ ടീച്ചർ ലിങ്ക് അയച്ചായിട്ട് കാണാൻ പറ്റും. നല്ല പിന്നെ ജോയിൻ ചെയ്തു. ചില ദിവസങ്ങളിൽ ക്ലാസ്സില് പിന്നെ ടീച്ചേഴ്സ് ചോദിക്കാനുള്ള മടി കാരണം യൂട്യൂബിൽ കയറി നോക്കിയതിനു ശേഷം പിന്നെ വീട്ടിൽ വന്ന് അമ്മയുടെ ടീച്ചറിനെ കൊണ്ട് തന്നെ ലിങ്ക് വെക്കും. ബിക്കോസ് ഓഫ് എന്താ പറയാ, യൂട്യൂബിലെന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത മീൻസ് നമ്മുടെ മൈൻഡിൽ എത്താൻ പറ്റും. നമ്മളെന്താ കുറെ ടൈം വേസ്റ്റ്, കുറെ ടൈം യൂസ്ഫുൾ. എന്നാൽ വിന്നേഴ്സിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൂടെ നമുക്ക് അറിവാണ് തരുന്നത്. ഇപ്പൊ നമ്മള് ഗെയിംസ് കളിച്ചാലും നമ്മൾ ഓരോ ഗെയിംസ് കളിക്കുമ്പം അതിനകത്ത് വാല്യൂബിൾ കാണും, അല്ലാതെ ചുമ്മായില്ല. അതാണ് നമുക്ക് ടൈം യൂസ്ഫുൾ ആണ്, നമുക്ക് നല്ലോണം ഗെയിം ചെയ്യാൻ പറ്റും. വിന്നേഴ്സിന്റെ ക്ലാസ് ഉണ്ട്, എന്നാൽ യൂട്യൂബിൽ നല്ല ടൈം വേസ്റ്റ് ആണ്. പിന്നീട് 9ാം ക്ലാസ്സിലാണ് ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്നതിന്റെ കാരണം തന്നെ ലൈഫ് ഇമ്പാക്റ്റിംഗ് ആണ്. ബിക്കോസ് ഓഫ് നമ്മള് യൂട്യൂബിലൊക്കെ ടൈം പോകുന്ന നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആയി പോകും. എന്നാ ഒരു സൂമില് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൊക്കെ വന്ന് നമ്മളെ സംസാരിച്ച് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്താ വഴിവെച്ച് പോകത്തില്ല എന്ന് പറയാം. നമ്മൾ കൺട്രോൾ ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പോകത്തില്ല. ഇപ്പൊ ഞാൻ പുറത്ത് നോക്കിയിരുന്നാലും പറയും ഹിമ പോയി മുഖം കഴുകിയിട്ട് വാ, ഹിമ ഉഷാറായിട്ടിരിക്കും എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്ക് നമ്മൾ എന്താ അനുസരിക്കും. അപ്പോഴത്തേക്ക് നമ്മളെ ഈ മടി, ലാഗ്, നമ്മളെ ടൈമൊക്കെ യൂസ്ഫുൾ ആണ്. അങ്ങനെ പറയാൻ വെച്ചാൽ 9-ലൊന്നും എനിക്ക് തീരെ മാർക്ക് ഉണ്ടായില്ല. പിന്നെ പകുതി തൊട്ട് കയറിപ്പോ മാർക്ക് കൂടി കളിക്കണ്ടായി. മാത്സിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. ഈ മെറ്റീരിയലിന്റെ അകത്ത് നോക്കിയാൽ ഞാൻ പഠിച്ചിരുന്നത് അതിന്റെ അകത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ക്ലാസ്സിന്റെ അകത്ത് ഷോർട്ട് ആയിട്ട് പറഞ്ഞിരുന്നോണ്ട് പഠിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഷാഡോ ടീച്ചറായിട്ടുള്ള റെസ്പോൺസുകൾ, അല്ലെങ്കിൽ ഇവിടെ വാച്ചിങ് സാർമാരൊക്കെ ഉണ്ട്, അവരായിട്ടുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ശ്രദ്ധ പോയാൽ തന്നെ മെസ്സേജ് അയക്കുമായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഷാഡോ ടീച്ചേഴ്സ് മെസ്സേജ് അയക്കുന്ന എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നു എന്നെല്ലാം ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു.